പലപ്പോഴും കേരള ബ്ലാസ്റ്റേഴ്സ് മാനേജ്മെൻറ്റ് തെറ്റായ തീരുമാനങ്ങൾ എടുക്കുന്ന കാഴ്ച നമ്മൾ പലപ്പോഴും കണ്ടിട്ടുള്ളതാണ്. എന്നാൽ പോലും കേരള ബ്ലാസ്റ്റേഴ്സ് വരുവാനായിട്ട് പോകുന്ന ISLൻ്റെ 12ാം സീസണിന് മുന്നോടിയായിട്ട് പല മാറ്റങ്ങളും ബ്ലാസ്റ്റേഴ്സ് മാനേജ്മെൻറ്റ് തങ്ങളുടെ ടീമിൽ ഇമ്പാക്റ്റ് ചെയ്യുവാനായിട്ട് ശ്രമിക്കുന്നുണ്ട്. അങ്ങനെ അതിലെ ഏറ്റവും വലിയൊരു പങ്ക്, അല്ലെങ്കിൽ അതിൽ നടത്തിയിട്ടുള്ള ഏറ്റവും വലിയൊരു നടത്തിയിട്ടുള്ള ഏറ്റവും വലിയൊരു ഇമ്പാക്റ്റ് എന്ന് പറയുന്നത് അമീർ റാണയുടെ മുംബൈ സിറ്റി FCയിൽ നിന്നും 5 വർഷത്തെ കോൺട്രാക്റ്റിൽ കേരള ബ്ലാസ്റ്റേഴ്സ് ടീമിലേക്ക് എത്തിച്ചതാണ്. എന്നാൽ പോലും ഇതൊക്കെ ഒന്ന് മാറ്റി നിർത്തുകയാണെന്നുണ്ടെങ്കിൽ, എക്സെപ്ഷനലി പറയുകയാണെന്നുണ്ടെങ്കിൽ, ട്രാൻസ്ഫറിൻ്റെ ബേസിലല്ല എന്നുണ്ടെങ്കിൽ, അല്ലാതെ തന്നെ കേരള ബ്ലാസ്റ്റേഴ്സ് മാനേജ്മെൻറ്റ് ചില മാറ്റങ്ങൾ നിലവിൽ കേരള ബ്ലാസ്റ്റേഴ്സ് ടീമിലേക്ക് ഇമ്പാക്റ്റ് ചെയ്തിട്ടുണ്ട്. നമുക്കെല്ലാവർക്കും അറിയാം, കേരള ബ്ലാസ്റ്റേഴ്സിന് എടുത്തു പറയുവാനായിട്ട് ഒരു പെർഫോമൻസ് അനലിസ്റ്റ് ഇല്ല എന്നുള്ളത്. അങ്ങനെ മറ്റ് പല ISL ക്ലബ്ബുകൾക്കും ഈ ഒരു റോളിൽ വഹിക്കുന്ന ഒരു ആളെങ്കിലും തങ്ങളുടെ ടീമിൽ ഉണ്ടാവുന്ന കാഴ്ച നമ്മൾ കണ്ടിട്ടുള്ളതാണ്. പെർഫോമൻസ് അനലിസ്റ്റ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ നമുക്കെല്ലാവർക്കും അറിയാം, ഇത് മറ്റ് പല വലിയ പ്രമുഖ ലീഗുകളിലും ഒരു ടീമിൽ ഉള്ളൊരു വ്യക്തിയാണ്. ഇദ്ദേഹത്തിൻ്റെ കീഴിൽ നിന്നും കൃത്യമായിട്ട് സോഴ്സുകൾ അല്ലെങ്കിൽ എവിഡൻസ് എടുത്തു കഴിഞ്ഞു കഴിഞ്ഞാൽ അത് ഉറപ്പായും തന്നെ കോച്ചിന് വരുവാനായിട്ട് പോകുന്ന മത്സരങ്ങളിൽ അത് അദ്ദേഹത്തിന് കുറച്ചും കൂടി തീരുമാനം എടുക്കുന്നതിൽ ഹെൽപ്ഫുൾ ആയിരിക്കുമെന്ന് നമുക്കെല്ലാവർക്കും അറിയാവുന്നതാണ്. സോ കേരള ബ്ലാസ്റ്റേഴ്സിന് ഇങ്ങനെ ഈ ഒരു റോള് വഹിച്ചുകൊണ്ടിരുന്ന ഒരു വ്യക്തി ഉണ്ടായിരുന്നില്ല. അതായത് ഈ റോള് മാത്രമായി വഹിച്ചുകൊണ്ടിരുന്ന ഒരു വ്യക്തി ഇല്ലായിരുന്നു. സോ നസീം അക്തർ എന്ന് പറയുന്ന അദ്ദേഹത്തെ ടീമിലേക്ക് എത്തിച്ചതോടുകൂടി തന്നെ കേരള ബ്ലാസ്റ്റേഴ്സിന് നിലവിലൊരു ഒരു പെർഫോമൻസ് അനലിസ്റ്റിനെ ലഭിച്ചിരിക്കുകയാണ്. അത് വരാൻ പോകുന്ന ബ്ലാസ്റ്റേഴ്സിൻ്റെ മത്സരങ്ങളിൽ കൂടുതൽ ഇമ്പാക്റ്റ്ഫുൾ ആയിരിക്കും. ഇനി രണ്ടാമത്തെ ഒരു കാര്യമെന്ന് പറയുന്നത് കേരള ബ്ലാസ്റ്റേഴ്സിൻ്റെ കൊമേഴ്ഷ്യൽ ആൻഡ് ഫിനാൻസ് മേഖലയുമായി ബന്ധപ്പെട്ടുള്ളതാണ്. അവിടെ പുതിയൊരു വ്യക്തിയെ നിലവിൽ കേരള ബ്ലാസ്റ്റേഴ്സ് ടീം മാനേജ്മെൻറ്റ് എത്തിച്ചിട്ടുണ്ട്. അമയ് അത്രി എന്നാണ് അദ്ദേഹത്തിൻ്റെ പേര്. അതായത് കേരള ബ്ലാസ്റ്റേഴ്സിൻ്റെ സ്പോൺസർഷിപ്പും അങ്ങനെയുള്ള മറ്റ് പല കാര്യങ്ങളും ഇദ്ദേഹത്തിൻ്റെ കീഴിലായിരിക്കും ഇനി വരിക. അദ്ദേഹമായിരിക്കും ഈ കാര്യങ്ങളിലൊക്കെ ഇടപെടുക എന്നാണ് നമുക്ക് മനസ്സിലാക്കുവാനായിട്ട് സാധിക്കുന്നത്. മറ്റൊരു കാര്യമെന്ന് പറയുന്നത് കേരള ബ്ലാസ്റ്റേഴ്സിൻ്റെ റീഹാബിറ്റേഷൻ പാർട്ണറായിട്ട് ആക്റ്റീവ് ബേസ് നിലവിൽ വന്നിരിക്കുകയാണ്. 1ഉം 2ഉം സീസണിലേക്കല്ല, തുടർച്ചയായ 3 സീസണിലേക്കാണ് നിലവിൽ കോൺട്രാക്റ്റ് സൈൻ ചെയ്തിട്ടുള്ളത്. ഈ ഒരു വാർത്ത കുറച്ച് നേരങ്ങൾക്ക് മുമ്പാണ് റിപ്പോർട്ട് ആയിട്ട് പുറത്തേക്ക് കേരള ബ്ലാസ്റ്റേഴ്സിൻ്റെ ഒഫീഷ്യൽ മാധ്യമങ്ങളിൽ നിന്ന് നമുക്ക് അവർ പുറത്തുവിട്ടിട്ടുണ്ടായിരുന്നത്. സോ ഈ ഒരു 3 മാറ്റങ്ങളും കേരള ബ്ലാസ്റ്റേഴ്സിൻ്റെ മാനേജ്മെൻറ്റ് നടത്തിയിരിക്കുന്നത് വരുവാനായിട്ട് പോകുന്ന സീസണിലെങ്കിലും ബ്ലാസ്റ്റേഴ്സിന് ഒരു ട്രോഫി നേടുക എന്ന ലക്ഷ്യത്തെ അടിസ്ഥാനമാക്കിയാണ്. സോ നമുക്ക് കണ്ടു തന്നെ അറിയേണ്ടതാണ്, വരുവാനായിട്ട് പോകുന്ന സീസണിലെങ്കിലും കേരള ബ്ലാസ്റ്റേഴ്സിന് ഒരു കിരീടം നേടുവാനായിട്ട് സാധിക്കുമോ എന്നുള്ളത്.